ദിവസം റോഡിൽ കൂടെ നടക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ നമുക്ക് ടോട്ടലി സ്ട്രേഞ്ചർ ആയ ഒരാൾക്ക് ഒരു ആക്സിഡന്റ് പറ്റുകയാണ്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അയാളെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റും. പക്ഷെ അയാളുടെ വീട്ടുകാരെയോ കൂട്ടുകാരെ അറിയിക്കണമെങ്കിൽ അയാളുടെ ഫോണിന്റെ ലോക്ക് സ്ക്രീൻ തുറക്കണം. നമുക്ക് അയാളുടെ പാസ്വേഡ് അറിയില്ല. ഈ ഒരു ഘട്ടത്തിൽ ആ സ്ട്രേഞ്ചർ അയാളുടെ ഫോണിൽ ചെറിയൊരു കാര്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അയാളുടെ വീട്ടുകാരെ അറിയിക്കാം. നമ്മുടെ ഫോണിൽ എമർജൻസി കോൺടാക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ നമ്പർ ഈ എമർജൻസി കോൺടാക്റ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന്റെ ലോക്ക് തുറക്കാതെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സിന് നമ്മൾ ആഡ് ചെയ്ത നമ്പറിലേക്ക് വിളിച്ച് വിവരങ്ങൾ പറയാൻ വേണ്ടി പറ്റും. ഇങ്ങനെ അത്യാവശ്യ ഘട്ടത്തിൽ സഹായിക്കാൻ പറ്റുന്ന നമ്പേഴ്സ് എമർജൻസി കോൺടാക്റ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൻ്റെ അകത്ത് സേഫ്റ്റി ആൻഡ് എമർജൻസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് പോയിട്ട് എമർജൻസി കോൺടാക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ആരുടെ നമ്പറാണോ ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് വേണമെങ്കിൽ അത് റീ ഓർഡറും കൂടി ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യാതെ തന്നെ എമർജൻസി കോൺടാക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത നമ്പർ അവിടെ വിസിബിൾ ആവും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എമർജൻസി കോൺടാക്റ്റിനകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത നമ്പർ കാണാനും പറ്റും. നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറയാനും പറ്റും. അപ്പോൾ ഈ ഒരു സേഫ്റ്റി ടിപ്പ് മസ്റ്റ് ആയിട്ട് എല്ലാവരും അവരുടെ ഫോണിൽ ചെയ്ത് വെക്കുക. ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.